ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നമുക്ക് സിലബസിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഒരു മോഡ്യൂൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മളുടെ കഴിഞ്ഞ തവണ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 നടന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ എക്സാമിൽ ഇലക്ട്രോണിക്സിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ടോപ്പിക്കിനെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യാൻ, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വരും. അപ്പൊ ആ രീതിയിൽ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പോസ്റ്റിന്റെ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷന് PSC നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ള സിലബസിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ഇത്രത്തോളം പോർഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ബേസിക്സിൽ നിന്ന് നമുക്ക് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതൊക്കെ പാസീവ് ഡിവൈസസ് ആണ്. അതുപോലെ അതിന്റെ ടൈപ്സ്, പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, അതിന്റെ യൂസസ് ഒക്കെ. പിന്നെ നമ്മൾ ആക്റ്റീവ് ഡിവൈസസിലേക്ക് വരുമ്പോൾ ഡയോഡ്, അതിന്റെ ടൈപ്സ്, PN ജംഗ്ഷൻ, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, ദെൻ പിന്നെ നമുക്ക് മീറ്റേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്വിച്ചസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം മൈക്രോ കൺട്രോളേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഡയോഡിന്റെ പോർഷനാണ്. ഡയോഡും അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡും അതുപോലെ തന്നെ സെനർ ഡയോഡും ഡിസ്കസ് ചെയ്തിട്ട്, ഇത്രയും പോർഷനിൽ നിന്ന്, ഈ PN ജംഗ്ഷൻ, സെനർ ഡയോഡ് എന്ന് പറഞ്ഞ ഈ രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആകെ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ പോർഷനിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 20-ല് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡിന്റെ പോർഷനിൽ നിന്നാണ്. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു വെബിനാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വെബിനാർ ഒന്ന് കാണാം. നല്ല ഒരു പോസ്റ്റാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, എല്ലാ ബ്രാഞ്ചസിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് പോവാം. അതിൽ നമ്മൾ ഈ ഒരു പോർഷനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡയോഡിന്റെ അതിൽ ക്ലാസിഫിക്കേഷനിൽ PN ജംഗ്ഷൻ, സെനർ ഡയോഡ്, ഈ രണ്ട് കാര്യങ്ങളാണ്. ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ സിലബസ് പറഞ്ഞതുപോലെ ഇത് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. പിന്നെ ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇതാണ് നമ്മളുടെ ഓർഡിനറി ഡയോഡ്, സിഗ്നൽ ഡയോഡ് എന്ന് പറയും, റെക്ടിഫയർ ഡയോഡ് എന്നൊക്കെ ഇതിനെ പറയും. ഓക്കെ, ഇനി PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ദ സിംപ്ലസ്റ്റ് ആക്റ്റീവ് സർക്യൂട്ട് ഡിവൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു PN ജംഗ്ഷൻ ഡയോഡ് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. എന്താണ് ആക്റ്റീവ് ഡിവൈസ്? ആക്ച്വലി ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പാസീവ് ഡിവൈസ്, രണ്ടാമത്തത് ആക്റ്റീവ് ഡിവൈസ്. അപ്പം ഇലക്ട്രോണിക് ഡിവൈസസ് കോമൺലി നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ്, പാസീവും ആക്റ്റീവും. ഇതിൽ പാസീവ് ഡിവൈസസിൽ വരുന്നതാണ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. അപ്പൊ അതിന്റെ നൊട്ടേഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, RCL എന്നുള്ളത്. R റെസിസ്റ്റൻസ് ആണ്, കപ്പാസിറ്റർ ആണ്, L ഇൻഡക്ടർ ആണ്. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതല്ല ഡിസ്കസ് ചെയ്യുന്നത്. ആക്റ്റീവ് ഡിവൈസസിലേക്ക് വരുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, BJT, FET, MOSFET അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളുടെ ആക്റ്റീവ് ഡിവൈസസിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി പാസീവും ആക്റ്റീവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഇത് രണ്ടും. പാസീവ് എലമെന്റ്സ് ആണെങ്കിൽ നമ്മൾ ഒരു പവർ സപ്ലൈ എക്സ്റ്റേണൽ കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അവിടെ പവർ ഡെസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുക. എക്സ്റ്റേണൽ പവർ സപ്ലൈയിലുള്ള പവർ യൂസ് ചെയ്തിട്ട് അവിടെ പവർ ഡെസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പക്ഷെ ആക്റ്റീവ് എലമെന്റ്സിന് അതിന് പവർ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി
അപ്പൊ ഈ രണ്ടിലും നമ്മൾ ആക്റ്റീവ് ഡിവൈസസിലെ ഡയോഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. അപ്പൊ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസിനെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഇൻസുലേറ്റർ, രണ്ടാമത്തത് സെമി കണ്ടക്ടർ, മൂന്നാമത്തത് കണ്ടക്ടർ. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ. അതായത് ആ മെറ്റീരിയൽ എത്രത്തോളം ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നത്. ഇൻസുലേറ്റർ തീരെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ആണ്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്, വുഡ്. ഇതൊക്കെയാണ് ഈ ഇൻസുലേറ്ററിന് എക്സാമ്പിൾ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യും, അതായത് കണ്ടക്ടിവിറ്റി അതിന് കുറച്ചും ഇൻസുലേറ്ററിനെക്കാട്ടും കൂടുതലാണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് സിലിക്കൺ, ജർമേനിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. ഇപ്പൊ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് വരും തോറും കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, താഴോട്ട് വരും തോറും കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതില് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഡയോഡ് ഒക്കെ മാനുഫാക്ചർ ചെയ്ത മെറ്റീരിയൽസ് ഉള്ളത്. ഐദർ വി ആർ യൂസിങ് സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഈ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ പി എൻ ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ തന്നെ രണ്ട് തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം, അതായത് പ്യുവർ സിലിക്കൺ, പ്യുവർ ജർമേനിയം ഒക്കെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. അപ്പൊ ഇതില് ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആയത് കാരണം തന്നെ ഈ നമ്മൾ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ ഔട്ടർ ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 ഇലക്ട്രോൺസ്, അതായത് ഇതിന്റെ വാലൻസി എന്ന് പറയും. വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഷെല്ലാണ്. അത് 4 ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രിൻസിക് പ്യുവർ ആണെന്ന് ഞാൻ പറഞ്ഞു, പ്യുവർ ഫോമിലാണ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ അല്ല. ഇൻട്രിൻസിക് മെറ്റീരിയലിനെ നമ്മൾ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രിൻസിക് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു പ്യുവർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ the process is called doping. അപ്പൊ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കിട്ടും. അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പി ടൈപ്പ് എക്സ്ട്രിൻസിക്, രണ്ടാമത്തത് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക്. പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്യുവർ സെമി കണ്ടക്ടറിനോട് കൂടി, അതായത് പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ പ്യുവർ ജർമേനിയത്തിലേക്ക് നമ്മൾ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ഇംപ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പി ടൈപ്പ് ആയിരിക്കും. ഓക്കെ, തേർഡ് ഗ്രൂപ്പിന് എക്സാമ്പിൾ അലൂമിനിയം, ബോറോൺ, ഗാലിയം എക്സെട്ര. ഇതൊക്കെയാണ് തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പൊ ഇതിന്റെ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സിൽ വാലൻസി എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ, ഫിഫ്ത്ത് ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്ട്രിൻസിക് മെറ്റീരിയൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. എൻ ടൈപ്പ്. അപ്പൊ ഫിഫ്ത്ത് ഗ്രൂപ്പിന്റെ വാലൻസി എന്ന് പറയുന്നത് 5 ആണ്. എക്സാമ്പിൾ ഫോസ്ഫറസ്, ആർസെനിക് എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ 2 തരം സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്. അതിൽ എങ്ങനെയാണ്, എന്താണ് ഡോപ്പിംഗ് ഉള്ള പ്രോസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി
ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ ഡിഫറൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. പ്യുവർ സിലിക്കൺ, ജെർമേനിയം ഒക്കെ എക്സാമ്പിൾ ആണ്. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ പ്യുവറസ്റ്റ് ആണ്, പ്യുവർ ഫോം ആണ്. ഇനി എക്സ്ട്രിൻസിലേക്ക് വരുമ്പോഴത്തേക്കും വി ആർ ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു പ്യുവർ സെമി കണ്ടക്ടർ ടു മേക്ക് ഇറ്റ് എക്സ്ട്രിൻസിക്. ഓക്കെ, അപ്പം സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? വി ആർ ആഡിങ് ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ വി ആർ ഡോപ്ഡ് pure semiconductor with arsenic, phosphorus, indium, boron, etc. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ഈക്വൽ. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതിൽ തന്നെ അതുപോലെ തന്നെ ഹോൾസും ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഈക്വൽ ആണ്. ഈക്വൽ നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ഇപ്പൊ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ഇവിടെ ഈക്വൽ ആണ്. ഇവിടെ നോട്ട് ഈക്വൽ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ നോട്ട് ഈക്വൽ. ഇനി നമ്മൾ എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിൽ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. കാരണം അവിടെ എക്സസ് ഇലക്ട്രോൺസ് ആയിരിക്കും. മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും എൻ ടൈപ്പില്. മൈനോറിറ്റി കാരിയേഴ്സ് ആണ് എന്ത്? ഹോൾസ്. ഓക്കെ, അപ്പൊ എൻ ടൈപ്പില് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ദാറ്റ് ഇസ് വൈ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ ആർ ഇലക്ട്രോൺസ്, മൈനോറിറ്റി കാരിയർ ഹോൾസ്. പി ടൈപ്പ് ആണെങ്കിലോ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. അതായത് ഹോളിന്റെ കോൺസെൻട്രേഷൻ പി ടൈപ്പിൽ കൂടുതലായിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് അത് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക്കിൽ നമുക്ക് ഡിഫറെന്റ് ആണ്. നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി കണ്ടക്ടിവിറ്റി പറയുകയാണെങ്കിൽ ഇൻട്രിൻസിക്കിന്റെ കണ്ടക്ടിവിറ്റി ലോ ആണ്. നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കാരിയേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എൻ ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സിലിക്കൺ ആറ്റം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സിലിക്കൺ ആറ്റത്തിന് 4 ഇലക്ട്രോൺസ് ആണ് അതിന്റെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാവണേന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഒരു ആറ്റം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാലൻസിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് സ്റ്റേബിൾ ആവുക. അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റംസ് തമ്മിൽ വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. അപ്പൊ ഈ ഒരു സിലിക്കൺ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അതുപോലെ ഓരോ സിലിക്കൺ ആറ്റംസിനും 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പൊ ഈ സിലിക്കൺ ആറ്റം എന്ത് ചെയ്യും? ഇതിനൊരു 4 ഇലക്ട്രോൺസ് ഉണ്ട്. വേറൊരു കളറിൽ ഞാൻ അത് കാണിച്ചു തരാം. ഈ ഒരു സിലിക്കൺ ആറ്റത്തിന്റെ 4 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ 4 ആണെന്ന് വിചാരിക്കുക. ഇത് ഇവിടെ ഒരെണ്ണം ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഈ 4 ഇതിന്റെ 4 ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു സിലിക്കൺ ആറ്റത്തിൽ നിന്ന് ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ ഇത് ഷെയർ ചെയ്യും. അതുപോലെ ഈ ഒരു സിലിക്കൺ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്യും. പിന്നെ ഇവിടെ മേളിലുള്ള ഒരെണ്ണത്തിന്റെ ഇവിടെ ഷെയർ ചെയ്യും. ഇവിടെ സിലിക്കൺ ആറ്റം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഡോപ്പിംഗ് ചെയ്തതാണ് കാണിച്ചത്. ശരിക്കും ഇവിടെ ഡോപ്പിംഗ് ഇല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇവിടെ സിലിക്കൺ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ഒരെണ്ണം ഇവിടെ ഷെയർ ചെയ്യും. അങ്ങനെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് 8 ആകുമ്പോഴാണ് അത് സ്റ്റേബിൾ ആവുക. ഇനി നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എൻ ടൈപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. പെന്റാവാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ആഴ്സനിക് എടുത്തിട്ടുണ്ട്. ഇത് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണ്, അതായത് 5th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 5th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാകും. നോർമൽ സിലിക്കണിന്, പ്യുവർ സിലിക്കണിന് 4 ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇംപ്യൂരിറ്റി ആറ്റം വന്നു, ആഴ്സനിക്. ഒരു ആറ്റത്തിനെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയറിംഗ് എന്ന് പറയുന്നത് അഡ്ജസന്റ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റത്തിനോട് ഇത് വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് 8 എണ്ണം ഇങ്ങനെയാകും. പക്ഷെ ഇവിടെ 5ഉം ഇവിടെ 4ഉം ആണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ എക്സസ് ആണ്. ആ എക്സസ് ഇലക്ട്രോണിന് ഈ എക്സസ് ഇലക്ട്രോൺ ഒരു ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പൊ ഇത് കണ്ടക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യും. കാരണം ഇതിന് ബോണ്ടിങ് ഒന്നുമില്ല. ബാക്കിയെല്ലാം കോവാലന്റ് ബോണ്ടഡ് ആണ്. കോവാലന്റ് ബോണ്ടിങ് ഉള്ള ഇലക്ട്രോൺസ് ആണ്. അത് ടൈറ്റ്ലി ബൗണ്ട് ടു ന്യൂക്ലിയസ് ആണ്. ഈ ഇലക്ട്രോൺ മാത്രം ഫ്രീ ആണ്.
ഫ്രീ ആണ്, കണ്ടക്ഷൻ ബാൻഡിലാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മൂവ്മെന്റ് പോസിബിൾ ആണ്, ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് കറണ്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. ഇനി നമ്മൾ വീണ്ടും ഈ ആർസനിക് അല്ലെങ്കിൽ ഈ ഡോപ്പിംഗ് ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ആർസനിക് ആറ്റംസ് നമ്മൾ ഈ പ്യുവർ സിലിക്കണിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ എക്സസ് ആവുകയാണ്. അതുകൊണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. മൈനോറിറ്റി ആരാണ്? മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഓക്കെ, അതാണ് എൻ ടൈപ്പ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പി ടൈപ്പിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സിലിക്കൺ ഉണ്ട്. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി ആണ്. ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് ബോറോൺ, തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതിന് 3 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സിലിക്കണിന് 4 എണ്ണം. അപ്പൊ ഇവിടെ സിലിക്കൺ ആറ്റം, ഈ ബോറോൺ ആറ്റം എന്ന് പറയുന്നത് എന്താക്കും, ബോറോണിന് നമുക്ക് 3 എണ്ണം ഉള്ളൂ, സിലിക്കണിന് 4 എണ്ണം ഉണ്ട്. പക്ഷെ ബോറോണിന് ഒരെണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒക്ടറ്റ്, അതായത് 8 ഇലക്ട്രോൺസ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല. 7 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഔട്ടറിൽ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഒരു വേക്കൻസി, ആ വേക്കൻസിനെ ഞാൻ ഇങ്ങനെ ഹോൾ ആയിട്ട് കാണിച്ചു. ഓക്കെ, സോ ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ആൻഡ് ഈ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മോർ നമ്പർ ഓഫ് ബോറോൺ ആറ്റംസ് നമ്മൾ ഈ സിലിക്കൺ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്ത് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അത്രയും നമ്പർ ഓഫ് ഹോൾസ് ഇവിടെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോൾസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ചാർജ് കാരിയർ തന്നെയാണ്. ഹോളിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോണിന് നമ്മൾ നെഗറ്റീവ് ചാർജ് ആയിട്ടും എടുക്കുന്നത്. സോ ഇവിടെ ഈ പി ടൈപ്പില് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾ ആണ്. മൈനോറിറ്റി ആരാണ്? മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അതാണ് പി ടൈപ്പും എൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പി ടൈപ്പ് ഉണ്ടാക്കണേ, എങ്ങനെയാണ് എൻ ടൈപ്പ് ഉണ്ടാക്കണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് സിലിക്കണോ ജെർമേനിയോ ആകാം. ഞാനിവിടെ സിലിക്കൺ എക്സാമ്പിൾ എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐദർ ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ്, പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ 5th ഗ്രൂപ്പിലുള്ള എലമെന്റ്സ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പെന്റാവാലന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് ആയിരിക്കും. അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എക്സസ് ആയിരിക്കും. അത് കൊണ്ട് എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസുമാണ്. ഇനി പി ടൈപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. അവിടെ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അവിടെ 3 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ബാലൻസിലുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒക്ടറ്റ് പൂർത്തീകരിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ആ ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഹോൾസ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. പി ടൈപ്പിലെ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾ ആണ്. അതുകൊണ്ട് മൈനോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡോപ്പിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, the process of adding impurities to intrinsic semiconductor to increase electron or hole concentration. അല്ലെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവുകയാണ്. എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു, പി ടൈപ്പ് ആണെങ്കിൽ ഹോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. So the process of adding impurities to intrinsic semiconductor to increase electron or hole concentration is called doping. Okay, അതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ ഡോണർ എന്നാണ് പറയുക. ഡോണർ എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക. ചാർജ് കാരിയർ അതല്ല അല്ലെങ്കിൽ കണ്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഡോണർ. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആർ കോൾഡ് ഡോണേഴ്സ് എന്ന് പറയും. കോളം 5 എലമെന്റ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 5 എലമെന്റ്സ് ആണ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഇതിന്റെ എക്സാമ്പിൾ ഫോസ്ഫറസ്, പി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, AS ആർസനിക്, SB എന്താണ് ആന്റിമണി. ഇതൊക്കെയാണ് നമുക്ക് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും അക്സെപ്റ്റേഴ്സ് ആണ്. കാരണം അവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു ഇലക്ട്രോണിനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട്
പി ടൈപ്പ് ഇംപ്യൂരിറ്റീനെ നമ്മൾ അല്ലെങ്കിൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീനെ നമ്മൾ അക്സെപ്റ്റേഴ്സ് എന്നാണ് പറയുക. കോളം 3 എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 3 എലമെന്റ്സ് ആണ് അവര്. നമ്പർ ഓഫ് ഹോൾസ് ആണ് അവിടെ കൂടുതൽ. എക്സാമ്പിൾ ബോറോൺ, ഗാലിയം, ഇൻഡിയം എക്സെട്ര ഒക്കെയാണ് ഈ പിന്നെ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്ക്. ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമ്മൾ ഡയോഡിലേക്ക് വരികയാണ്. ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡ് നോർമലി ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ്. നോൺ ലീനിയർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോൺ ലീനിയർ ഡിവൈസ് ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പണ്ട് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ കോഴ്സിൽ പഠിച്ചിട്ടുണ്ടാകും. റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെ, റെസിസ്റ്റർ ആർ എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് കൊടുത്തു ഐ കറണ്ട് ലീനിയർ റിലേഷൻ ആയിരിക്കും. അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ടും കൂടും അല്ലെ. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള റിലേഷൻ ആണ് നമ്മൾ. അതായത് വോൾട്ടേജും കറണ്ടും ലീനിയർ റിലേഷൻ ആണ്. അപ്പം ഇത് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡിവൈസ് ആണ്. പക്ഷെ ഡയോഡില് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീനിയർ അല്ല. നമുക്ക് ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പിന്നീട് വരയ്ക്കും. പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വിയും ഇത് ഐയും ആണെങ്കിൽ ഡയോഡിന്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് ഡയോഡ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ് എന്നുള്ളത് ആദ്യമേ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഡയോഡ് എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പറയുക. അപ്പം പിയും പി മെറ്റീരിയലും വേണം, ഒരു എൻ മെറ്റീരിയലും വേണം. പി മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എൻ മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഈ രണ്ട് മെറ്റീരിയലും കൂടെ നമ്മൾ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ജോയിനിങ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സോ ഇവിടെ ഞാൻ അത് സ്ട്രക്ചർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പി ടൈപ്പ് സിലിക്കൺ, ഒരു എൻ ടൈപ്പ് സിലിക്കൺ, ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് 2 ടെർമിനൽസ്, 2 ടെർമിനൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ പി മെറ്റീരിയലും എൻ മെറ്റീരിയലും കമ്പൈൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ പി മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ എടുക്കും, ഈ എൻ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ എടുക്കും. മെറ്റൽ കോണ്ടാക്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ 2 ടെർമിനൽസ് ആണ് ഇതിനുള്ളത്, 2 ടെർമിനൽസ്. സോ ഫസ്റ്റ് ടെർമിനൽ ഈസ് കോൾഡ് ആനോഡ്, സെക്കൻഡ് ടെർമിനൽ കാഥോഡ്. ഫസ്റ്റ് സെക്കൻഡ് എന്നല്ല, പി ടൈപ്പ്, അതായത് പി ടൈപ്പ് മെറ്റീരിയൽ എവിടെയാണോ അതിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്. പി ടൈപ്പ് ഞാൻ പറഞ്ഞു ഹോൾസ് ആണ് മെജോറിറ്റി, അതിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ ഇത് പോസിറ്റീവ്, അതിനെ നമ്മൾ ആനോഡ് ആക്കും. എൻ ടൈപ്പിൽ നമുക്ക് മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ചാർജ് നമ്മൾ നോർമലി നെഗറ്റീവ് ആണ്. സോ ഇത് നെഗറ്റീവ് ഉള്ളത് കാഥോഡ്. അപ്പൊ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ടെർമിനൽസ് ഉണ്ട്, ആനോഡും കാഥോഡും. സോ ഇത് സ്ട്രക്ചർ ആണ്, ഫിസിക്കൽ സ്ട്രക്ചർ ആണ്. ഇതിനെ നമ്മൾ സർക്യൂട്ടിൽ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ ഫോളോഡ് ബൈ എ സ്ട്രേറ്റ് ലൈൻ. ഇതാണ് ഡയോഡിന്റെ സിമ്പല്. 2 കോണ്ടാക്ട്സും, ഇത് 2 മെറ്റൽ കോണ്ടാക്ട്സ് ആണ്. ഓക്കെ, 2 ടെർമിനൽസ്. അപ്പൊ അതില് ഈ ട്രയാങ്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പി മെറ്റീരിയലിനെയാണ്, ഈ സ്ട്രേറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ മെറ്റീരിയലിനെയാണ്. സോ പി മെറ്റീരിയൽ ഉള്ളത് ആനോഡ്, എൻ മെറ്റീരിയൽ ഉള്ളിടത്ത് കാഥോഡ്. ഓക്കെ, അപ്പൊ അത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഇറ്റ് അലൗസ് ദ കറന്റ് ടു ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇതാണ് ഡയോഡിന്റെ പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മളൊരു റെസിസ്റ്റൻസ് ആണ് പറയുന്നത്, ഇത് ഒരു റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. റെസിസ്റ്റൻസിലൂടെ കറന്റ് ഈ രീതിയിലും ഫ്ലോ ചെയ്യാൻ പറ്റും, ഈ രീതിയിലും ഫ്ലോ ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ ബയാസ് വി ആർ ഗിവൺ. നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസിലൂടെ 2 രീതിയിലും കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷെ ഡയോഡിന് അക്രോസ് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറന്റ് ഫ്ലോ അലോ ചെയ്യുള്ളൂ. ഓക്കെ, അത് കൺവെൻഷണൽ കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ് ആയിരിക്കും. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് നമ്മളുടെ കറന്റ് ഫ്ലോ ചെയ്യുക. അതാണ് ഞാൻ ഇവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ റെസിസ്റ്റർ പോലെയല്ല, ഡയോഡ് ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. അതായത് ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, നോർമലി ദ കറന്റ് ഫ്ലോയിങ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അതും കൂടെ ഓർത്തിരിക്കുക.
ഓക്കെ, ഇനി ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സെമികണ്ടക്ടർ ഡയോഡ് ഈസ് റെഫേർഡ് ടു ആസ് ബയാസ് വോൾട്ടേജ്. ഇനി നമുക്ക് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ബയാസിങ് ചെയ്യണം. ബയാസിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? നമ്മൾ ഈ ഒരു ഡയോഡിനെ, ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുക. ഓക്കെ, ഒരു വോൾട്ടേജ് കൊടുക്കുക. അങ്ങനെ നമുക്ക് രണ്ട് തരത്തില് വോൾട്ടേജ്, നമുക്ക് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡയോഡ് വരച്ചു, ഒരു ഡയോഡ് വരച്ചു. ഇതില് ഞാൻ ഇത് എന്താണ്, ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ഓക്കെ, ഇനി ഞാൻ ബാറ്ററി, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഞാൻ ഇങ്ങനെയാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇത്. ബാറ്ററിയുടെ പോസിറ്റീവ് ഞാൻ ആനോഡിലേക്കും, അതായത് ഇത് ആനോഡ് എന്ന് പറയുന്നത് പി മെറ്റീരിയൽ ആണ്, കാഥോഡ് എന്ന് പറയുന്നത് എൻ മെറ്റീരിയൽ ആണ്. സോ ബാറ്ററിയുടെ പോസിറ്റീവ് ഞാൻ പി മെറ്റീരിയലിലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ഞാൻ എൻ മെറ്റീരിയലിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ബയാസിങ്, ഇങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. സോ ദിസ് വോൾട്ടേജ് ഈസ് കോൾഡ് ബയാസ് വോൾട്ടേജ്. സോ വെൻ വി ആർ connecting positive of the battery to P material and negative of the battery to N material, the method of biasing is called forward biasing. അപ്പൊ അതാണ് ഫോർവേഡ് ബയാസിങ്. അതായത് പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ, അപ്പൊ പോസിറ്റീവ് ഇങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പോസിറ്റീവും കണക്ട് ചെയ്തു, എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, ഇലക്ട്രോൺസ് ആണ് ഇവിടെ കൂടുതൽ. അപ്പൊ നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തു അല്ലെ. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. സോ ഇത് ഫോർവേഡ് ബയാസിങ് ആണ്. ഇനി ഞാന് ഡയോഡ് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് ആനോഡ്, ഇത് കാഥോഡ്, ഇത് പി മെറ്റീരിയൽ, ഇത് എൻ മെറ്റീരിയൽ. ഓക്കെ, എൻ മെറ്റീരിയൽ. ഞാനിനി ബാറ്ററിയുടെ നെഗറ്റീവ് പി മെറ്റീരിയലിലേക്ക്, അതായത് പോസിറ്റീവിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് ഞാൻ എൻ മെറ്റീരിയലിലേക്കും കണക്ട് ചെയ്തു. ഓക്കെ, ഇത് റിവേഴ്സ് ബയാസ്. ഇതിനെയാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ കറണ്ട് ഫ്ലോ ആനോഡ് ടു കാഥോഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡയോഡ് ആനോഡ് ടു കാഥോഡ് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ, അതായത് ഫോർവേഡ് ബയസിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. റിവേഴ്സ് ബയസിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, ഡയോഡ് ഓഫ് ആയിരിക്കും. അതാണ് യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ ആണെന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ, അപ്പം ഈ ഡയോഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വർക്ക്സ് ഓൺലി ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അതായത് ഇത് കണ്ടക്ട് ചെയ്യുക, ഇത് ഓൺ ആവുന്നത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഈ ഡയോഡ് ഓൺ ആവില്ല. ഓക്കെ, ഇനി യു എൻ എന്നല്ല, പി എൻ ജംഗ്ഷൻ എന്നാണ്. ഓക്കെ, സോറി, അത് അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഇനി അടുത്തത് എന്താണ്? അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്താണ്? അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബയാസിങ് അപ്ലൈ ചെയ്യുന്നില്ല. ബയാസിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു. ഈ പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ ഒരു സപ്ലൈ, ഒരു ബാറ്ററി വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ സപ്ലൈ കൊടുക്കുന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. അപ്പൊ പി എൻ ജംഗ്ഷൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒരു പി മെറ്റീരിയലും ഒരു എൻ മെറ്റീരിയലും നമ്മൾ കമ്പൈൻ ചെയ്തു, അപ്പോഴാണ് നമുക്ക് പി എൻ ജംഗ്ഷൻ കിട്ടിയത്. അപ്പൊ ഇത് ഇത്രയും ഇവിടെ തൊട്ട് ഇത് പി മെറ്റീരിയൽ ആണ്, ഇത് എൻ മെറ്റീരിയൽ ആണ്. പി മെറ്റീരിയലിൽ നമുക്ക് എന്താണുള്ളത്? പി മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ, അപ്പൊ പി മെറ്റീരിയൽ എങ്ങനെയായിരുന്നു കിട്ടുന്നത്? ബോറോൺ ആറ്റം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് പി മെറ്റീരിയൽ, സെമി കണ്ടക്ടർ മെറ്റീരിയലിനോട് കൂടി ബോറോണോ അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി കിട്ടും. അപ്പൊ അങ്ങനെ ഇവിടെ ഈ ആദ്യത്തെ ഇത് നോക്കുക, ഒരു നെഗറ്റീവ് ചാർജ് വട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ചെറിയ സർക്കിളിനെ നമ്മൾ ഹോൾ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, ഹോൾ ആയിട്ട്. ഓക്കെ, ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അക്സെപ്റ്റർ അയോൺ ആണ്. അതായത് നമ്മൾ ബോറോൺ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ അയോണിനെ, ആ ബോറോൺ ആറ്റത്തിനെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു നെഗറ്റീവ് ചാർജ് ഈ സർക്കിളിൽ ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് ഈ സ്മോൾ സർക്കിൾ കൊണ്ട്. അപ്പൊ ഇതൊരു യൂണിറ്റ് ആയിട്ടാണ് കേട്ടോ. ഒരു ബോറോൺ ആറ്റം ആഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് കിട്ടി. 2 ബോറോൺ ആറ്റം ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടി. 3 4 ഇവിടെ 4 ബോറോൺ ആറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകും. മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അതിന്റെ അയൺസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ പിന്നെ ഫിൽഡ് ആയിട്ടുള്ള സർക്കിളാണ് നമ്മളുടെ ഇലക്ട്രോൺസിനെ
കാണിച്ചിരിക്കുന്നത്. അതുപോലെ എൻ റീജിയനിൽ നമുക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഫോസ്ഫറസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വരുന്നത്? അവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ ആണ് വരിക അല്ലെ? ഇവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ ആണ് വരിക. അങ്ങനെ അതിന്റെ അയോണിനെ ഫോസ്ഫറസിന്റെ ആറ്റത്തിനെ കാണിച്ചിരിക്കുന്നതാണ് ഈ പ്ലസ് സൈൻ വെച്ചിട്ട്. അപ്പൊ അതിൽ വരുന്ന എക്സസ് ഇലക്ട്രോൺസിന് ഇത്. അപ്പൊ ഇവിടെ 1, 2, 3, 4 ഫോസ്ഫറസ് ആറ്റം നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഈ രണ്ട് മെറ്റീരിയൽ നമ്മളിങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഇവിടെ കുറെ ഫ്രീ ഹോൾസ് ആയിരിക്കും ഉണ്ടാകുക, ഇവിടെ കുറെ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഓപ്പോസിറ്റ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, അത് കമ്പൈൻ ചെയ്യും. അപ്പൊ ഇവിടെ ഈ ഒരു റീജിയനിൽ ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ആറ്റവും അതിന്റെ ഹോളും ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു പോസിറ്റീവ് ആറ്റമും അതിന്റെ ഇലക്ട്രോണും ഉണ്ടായിരുന്നു. അതിൽ ആ ഇലക്ട്രോണും ഈ ഹോളും കൂടെ കമ്പൈൻ ചെയ്തു. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് അയോൺ മാത്രമായി, ഇവിടെ ഈ പോസിറ്റീവ് അയോൺ മാത്രമായി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നെഗറ്റീവ് അയോണിലുള്ള ഹോള് ഇവിടുത്തെ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പൊ ആ ഇമ്മൊബൈൽ അയോൺ മാത്രമായിട്ട് ഇവിടെ വന്നു. അതായത് ഇതിന്റെ പി എൻ ജംഗ്ഷനില് ഈ ജംഗ്ഷനില് എന്തുണ്ടായി? ഈ ഹോൾസും ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്ത് പോയി, റീകമ്പൈൻ ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഈ റീജിയനില് നമുക്ക് ഈ ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് മാത്രമായി. സോ ഇങ്ങനെ ചാർജ് ഫ്രീ ചാർജ് ഇല്ലാത്ത റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? ഈ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ ഡെപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. വേറെ ഒരു പേരുണ്ട് സ്പേസ് ചാർജ് റീജിയൻ, സ്പേസ് ചാർജ് റീജിയൻ, ഡെപ്ലീഷൻ റീജിയൻ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഓക്കെ, അപ്പൊ ഈ ഡെപ്ലീഷൻ ജംഗ്ഷന്റെ അടുത്തുള്ള ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്ത് അവിടെ ഈ അയൺസ് മാത്രമാകും. അങ്ങനെ ഈ അയൺസിന് മൊബിലിറ്റി ഇല്ല, മൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഹോൾസിനും ഈ ഇലക്ട്രോൺസിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ കാരിയർ ഇല്ലാത്ത ഒരു റീജിയൻ ഉണ്ടായി. അതിനെ നമ്മൾ ഡെപ്ലീഷൻ റീജിയൻ എന്ന് പറയും. അപ്പൊ ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജ് ആണ്. സോ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ജംഗ്ഷനിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായി. ഇനി ഇവിടെയുള്ള ഒരു ഹോളിന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് എൻ റീജിയനിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബാരിയറിന്റെ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്തിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ, നോർമൽ കേസിൽ ഇതിന് പിന്നെ പോകാനായിട്ട് പറ്റില്ല. ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യണം. അത് സിലിക്കൺ മെറ്റീരിയൽ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ്. ജർമേനിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ 0.3 വോൾട്ട് ആണ്. ഇതൊക്കെ ചിലപ്പം ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ജംഗ്ഷന്റെ അടുത്തുള്ള ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്ത് അവിടെ ചാർജ് ഫ്രീ റീജിയൻ ഉണ്ടാകും. ആ റീജിയനെ നമ്മൾ ഡെപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയും. അപ്പൊ അവിടെ ഒരു സെപ്പറേഷൻ, ഒരു വോൾട്ടേജ് സെപ്പറേഷൻ ഉണ്ടായി. അതിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, ഇതൊക്കെ ഒരേ സാധനം തന്നെയാണ്. അതിന്റെ വാല്യൂ ആണ് സിലിക്കണിന് 0.7 വോൾട്ടും ജർമേനിയത്തിന് 0.3 വോൾട്ടും എന്ന് പറയുന്നത്. അപ്പൊ അൺബയാസ്ഡ് ജംഗ്ഷൻ ഇത്രയുമാണ്. ഇനി ഇവിടെ ഈ ചാർജ് കാരിയേഴ്സ് ആദ്യം നമുക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, റീകമ്പൈൻ ഒക്കെ ചെയ്തു. പക്ഷെ ഈ ബാരിയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ മൂവ്മെന്റ് ഇല്ല. ഇനി നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബയാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനെയാണ് നമ്മൾ നോക്കുന്നത്. ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഫോർവേഡ് ബയാസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പി മെറ്റീരിയലിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ്, എൻ മെറ്റീരിയലിന് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സപ്ലൈ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി അൺബയാസ്ഡ് കണ്ടീഷനിൽ തന്നെ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഡെപ്ലീഷൻ റീജിയൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഫർദർ മൂവ്മെന്റ് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഇത് കറണ്ട് ഫ്ലോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം. ആ എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഈ പിക്കും പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ, ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്, ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് വരുന്നത്. ഇവിടെ കൂടുതലും ഇലക്ട്രോൺസ് ആണ്, അതായത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇതെന്താണ്? പോസിറ്റീവും ഒരുമിച്ച് വന്നാൽ റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ഹോൾസ് എല്ലാം കൂടി ഇങ്ങോട്ടേക്ക്, ഈ പോസിറ്റീവ് ചാർജ് ഈ ഹോൾസിനെ റിപ്പൽ ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും.
അതുപോലെ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും, സെയിം ചാർജ് ആയത് കാരണം. അപ്പൊ ഈ ഇലക്ട്രോൺസും ഈ ജംഗ്ഷനിലേക്കാണ് വരിക അല്ലെ. ഈ ഹോൾസും ഇലക്ട്രോൺസും ജംഗ്ഷന്റെ അടുത്തേക്ക് വരും അല്ലെ. അങ്ങനെ അടുത്തേക്ക് വരും. നമ്മളിവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും കൂടുതൽ ഇത് അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്താകും? ഇവിടെയുള്ള ഹോൾസും ഇവിടെയുള്ള ഇലക്ട്രോൺസിനും വീണ്ടും റീകമ്പൈൻ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അതായത് മൂവ്മെന്റ് ഓഫ് ക്യാരിയേഴ്സ് നടക്കും. അപ്പൊ അവിടെ കറണ്ട് കൂടും. അങ്ങനെയാണ് പിന്നെ ഈ ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുന്നത്. അപ്പൊ എപ്പോഴാണ് ഇവിടെ കറണ്ട് കൂടാൻ തുടങ്ങുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു 0.7 വോൾട്ടേജ് ആണ്. ഇപ്പൊ സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ 0.7 വോൾട്ടേജ് ആണ് ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ 0.7 വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ ഒരു വോൾട്ടേജ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം എന്താകും? ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനായിട്ടുള്ള ഇത് ഈ ഇവിടുത്തെ ചാർജ് കാരിയേഴ്സിന് കിട്ടും. അങ്ങനെ ഈ ചാർജ് കാരിയേഴ്സ് ഈ ഡെപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്ത് അടുത്ത പി റീജിയനിലേക്ക് പോകും. പിയിലുള്ള ഹോൾസ് എൻ റീജിയനിലേക്ക് പോകും. സോ ദർ വിൽ ബി മൂവ്മെന്റ് ഓഫ് ചാർജസ് ആൻഡ് കറണ്ട് ഫ്ലോ. അങ്ങനെ കറണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് വോൾട്ടേജ്, ഇത് കറണ്ട് അല്ലെ. ഫോർവേഡ് വോൾട്ടേജ്, കറണ്ട് ഇത് 0 ആണ്. 0 എന്നും കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടക്ഷൻ ഒന്നുമില്ല. നമ്മളിവിടെ ഒരു 0.7 വോൾട്ടേജ് സിലിക്കണിന്റെ കേസിലാണ് പറയുന്നത്. 0.7 വോൾട്ടേജ് എത്തുന്ന സമയത്ത് എന്താകും? ഇത് ഓൺ ആകും. ഇവിടെ കറണ്ട് കൂടാൻ തുടങ്ങും. വീണ്ടും നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കറണ്ട് ഇങ്ങനെ കൂടി കൂടി പോകും. ഓക്കെ, അതാണ് ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് റിവേഴ്സ് ബയാസ് നോക്കാം. റിവേഴ്സ് ബയാസിൽ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആക്കും. അതായത് പി റീജിയനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും എൻ റീജിയനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് നോക്കിയേ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണ് അല്ലെ. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഹോൾസിനുള്ളത്. അപ്പൊ ഇത് അട്രാക്റ്റഡ് ആവും. അപ്പൊ ഹോൾസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക, ഹോൾസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പം ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഈ ഡെപ്ലീഷൻ റീജിയൻ എന്തായി? ഈ ഡെപ്ലീഷൻ റീജിയൻ വലുതായി അല്ലെ. ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് വലുതാണ്. പക്ഷെ നേരെ മറിച്ച് ഫോർവേഡ് ബയാസ് ആകുന്ന സമയത്ത് എങ്ങനെയാണ്? ഇത് ഹോൾസ് ഇങ്ങോട്ടേക്കും വരും, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും വരും. സോ ഈ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഓക്കെ, റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പൊ ഇവിടെ എത്ര വിഡ്ത്ത് കൂടുതലാവുന്നു അത്രയും അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനായിട്ട്, ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്കോ ഹോൾസിന് ഇങ്ങോട്ടേക്കോ ക്രോസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഓക്കെ, അതായത് നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ, റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജ് ആണ്. VR എന്ന് ഞാൻ ഇവിടെ എഴുതാം. VR കറണ്ടിനെ ഞാൻ നെഗറ്റീവ് കറണ്ട് IR എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? നമുക്ക് ഈ ചാർജ് കാരിയേഴ്സ് ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട് അല്ലെ. ഈ ഹോൾസ് ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിവിടെ അതുപോലെ ഈ ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. മൈനോറിറ്റി കാരിയേഴ്സ് എന്താകും? ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്. ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആകും. മൈനോറിറ്റി കാരിയേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനായിട്ട് പറ്റും, ഹോൾസ്. അപ്പൊ അവിടെ ഒരു മൈനോറിറ്റി കറണ്ട്, സ്മോൾ കറണ്ട് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക. അത് ഒരു വളരെ ചെറിയ, ഒന്നെങ്കിൽ ഒരു സിലിക്കൺ ആണെങ്കിൽ ഒരു നാനോ ആംപിയർ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ, ജർമ്മേനിയ ആണെങ്കിൽ മൈക്രോ ആംപിയർ റീജിയനിലുള്ള കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂട്ടിയാലൊന്നും നമുക്ക് ഇവിടെ ഇങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് നമ്മൾ കൂട്ടി 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 നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂവിൽ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് സാധാ നോർമൽ PN ജംഗ്ഷൻ ഡയോഡിൽ ഒരു എബവ് 5 വോൾട്ട് ആണ്, 50 വോൾട്ട് ആണ്. 50 വോൾട്ടിനെക്കാട്ടും ഇൻക്രീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. അതായത് ഇവിടെ ഈ ജംഗ്ഷൻ ഹീറ്റ് ആകും, ഹീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകും. അതിനുശേഷം നമുക്ക് ഈ PN ജംഗ്ഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ PN ജംഗ്ഷൻ ഡാമേജ് ആയിട്ടുണ്ടാകും. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ ഇത് ഓരോ ഡയോഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും അതിന് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് റേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പറഞ്ഞിട്ടുണ്ടാകും. അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഒരിക്കലും റിവേഴ്സ് ബയാസിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് ഈ ജംഗ്ഷൻ ഹീറ്റ് ആയിട്ട് ദർ വിൽ ബി ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് ഡയോഡ് ആൻഡ് എ ലാർജ് കറന്റ് വിൽ ബി ഫ്ലോയിങ്. അപ്പൊ ഇതാണ്
നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇത് ഫോർവേഡ് വോൾട്ടേജ് ഞാൻ വി എഫ് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ഇത് ഫോർവേഡ് കറണ്ട്, ഇത് റിവേഴ്സ് വോൾട്ടേജ്, ഇത് റിവേഴ്സ് കറണ്ട്. അപ്പൊ ആദ്യത്തെ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിട്ടുന്ന റിസൾട്ട് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം 0 ആയിരിക്കും കറണ്ട്, പിന്നെ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോഴത്തേക്കും ഒരു നീ വോൾട്ടേജ് എന്നൊക്കെ പറയാം അല്ലെ. ഇത് ഒരു സിലിക്കണിന്റെ കേസിൽ 0.7 വോൾട്ട് എഴുതാം. ഓക്കെ, ഈ വോൾട്ടേജിനെയാണ് നമ്മൾ നീ വോൾട്ടേജ് അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ് എന്നൊക്കെ പറയും. ത്രഷോൾഡ് വോൾട്ടേജ്, കട്ട് ഇൻ വോൾട്ടേജ്, ഇങ്ങനെയൊക്കെ പറയും അതിന്റെ പേര്. ഓക്കെ, അതിനുശേഷം ഇതിന്റെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കറണ്ടും ഇൻക്രീസ് ചെയ്യും. ഇനി റിവേഴ്സ് ബയാസിലാണെങ്കിൽ നമ്മൾ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്തു, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഒരു നാനോ ആംപിയർ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ചെറിയൊരു കറണ്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് കൂടിയിട്ട് ഡിവൈസ് ഡാമേജ് ആകും. ഓക്കെ, സോ ഈ ഒരു റീജിയനെ നമ്മൾ ഫോർവേഡ് റീജിയൻ എന്നും ഈ ഒരു റീജിയനെ റിവേഴ്സ് റീജിയൻ എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇതിനുശേഷം വരുന്ന ഈ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ റീജിയൻ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് റിവേഴ്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇതിനുശേഷം ബ്രേക്ക് ഡൗൺ റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഫോർവേഡ് കറണ്ട് ആണ്, ഇത് റിവേഴ്സ് കറണ്ട് ആണ്, ഇത് ബ്രേക്ക് ഡൗൺ കറണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മളുടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു ഡയോഡിന്റെ ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇത് റെക്ടിഫയർ സർക്യൂട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുക. റെക്ടിഫയർ സർക്യൂട്ടിലാണ് നമ്മൾ ഈ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതായത് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിനെ ഡി സി ആക്കുകയാണ് ചെയ്യുക. ഇതാണ് എ സി. എ സി എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഉണ്ട്. അപ്പൊ അതിനെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടണം? ഒരു ഡയറക്ഷൻ മാത്രമായിട്ട് കിട്ടണം, ഇങ്ങനെ ആയിട്ട് കിട്ടണം. അപ്പൊ ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ റെക്ടിഫയർ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ റെക്ടിഫയർ ഡയോഡ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ സിഗ്നൽ ഡയോഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇനി നമ്മൾ അടുത്തത് സെനർ ഡയോഡിലേക്ക് പോവുകയാണ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാലും നമ്മൾ പി എൻ ജംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ഇതൊരു പക്ഷെ പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ് Zener diode എന്ന് പറയാം. So Zener diode is a special purpose PN junction diode and it is used only എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, only in reverse bias condition. നമ്മളുടെ നോർമൽ ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയസിൽ മാത്രമേ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. കാരണം റിവേഴ്സ് ബയസിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല, നമുക്കൊരു ചെറിയ റിവേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമാണ് വരുന്നുള്ളൂ. വീണ്ടും പിന്നെ നമ്മൾ റിവേഴ്സ് ബയസ് കൂട്ടുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു റിവേഴ്സ് റീജിയനിൽ നോർമൽ ഡയോഡിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഒരു റീജിയൻ, ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ റെക്ടിഫയർ ആപ്ലിക്കേഷനിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സെനർ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. ഫോർവേഡ് ബയാസിൽ ഇത് സാധാ നോർമൽ ഡയോഡിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് സെനറിന്റെ ആവശ്യമില്ല. സാധാ സെനർ ഡയോഡ്, സാധാ ഒറിജിനൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർവേഡ് ബയസിലുള്ള അതേ റിസൾട്ട് തന്നെയാണ് സെനറിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴും കിട്ടുക. അപ്പം അവിടെ നമുക്ക് സെനറിന് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇല്ല. പക്ഷെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഇത് ഡിഫറെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക ഈ സെനർ ഡയോഡ്. അതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത, ഇനി അതിന്റെ സിമ്പൽ എന്താണ്? പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. പി റീജിയൻ നമ്മൾ എപ്പോഴും ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ്. എൻ റീജിയനെ നേരത്തെ നമ്മൾ നോർമൽ ഡയോഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ കാഥോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കണ്ട സിമ്പൽ ആണെങ്കിൽ അത് സെനർ ഡയോഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത് കാഥോഡ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് ഡയോഡ്. ഹെവിലി ഡോപ്ഡ് ആണ്, അതായത് ഡോപ്പിംഗ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി
അതായത് പി മെറ്റീരിയൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബോറോൺ ആഡ് ചെയ്യണമല്ലോ. ആ ബോറോണിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂടുതലാണ്, കൂടുതൽ ബോറോൺ ആറ്റംസ്, കൂടുതൽ ഇംപ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യും. സോ ഹെവിലി ഡോപ്ഡ് ആണ്. അതുപോലെ എൻ റീജിയനിൽ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യണം. അപ്പൊ അവിടെ ആഡ് ചെയ്യുന്ന പെന്റാവാലന്റ് ഇംപ്യൂരിറ്റിയും കൂടുതലാണ്. ഓക്കെ, അത് അപ്പൊ അതിനെ നമ്മൾ മാർക്ക് ചെയ്തത് പി പ്ലസ്, അതായത് ഡോപ്പിംഗ് കൂടുതലായിട്ടുള്ള ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, പി പ്ലസ് എൻ പ്ലസ്, അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത് ഇതിന്റെ പ്രത്യേകതയാണ്. സെനർ ഡയോഡ് ഈസ് എ ഹെവിലി ഡോപ്ഡ് ഡയോഡ്. നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. നമ്മൾ സാധാ ഡോപ്പിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വെൻ ഫോർവേഡ് ബയാസ്ഡ് സെനർ ഡയോഡ് ബിഹേവ്സ് ലൈക്ക് എ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ ഫോർവേഡ് ബയാസിൽ നമ്മൾ ഈ സെനർ ഡയോഡിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു റെക്ടിഫയറിന് നമുക്ക് സെനർ ഡയോഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, സാധാരണ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി പെർമിറ്റ്സ് കറന്റ് ഫ്ലോ ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഇവിടെ സെനർ ഡയോഡിൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഉണ്ട്, ഫോർവേഡ് ഡയറക്ഷനിലും റിവേഴ്സ് ഡയറക്ഷനിലും. ഫോർവേഡ് ഡയറക്ഷനിൽ നോർമൽ ജംഗ്ഷൻ ഡയോഡിനെ പോലെ തന്നെ അത് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിലും അത് കണ്ടക്ട് ചെയ്യും. സോ ഇറ്റ്സ് എ സെനർ ഡയോഡ് വിൽ കണ്ടക്ട് ബോത്ത് ഡയറക്ഷൻ. ഇനി what is the use? It is used as voltage regulator in reverse bias condition. ഇപ്പൊ റിവേഴ്സ് ബയസിലാണ് നമ്മൾ സെനർ ഡയോഡ് അപ്ലിക്കേഷൻ ഉള്ളത്. അത് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് നമുക്ക് സപ്ലൈയിലുള്ള വേരിയേഷനോ അല്ലെങ്കിൽ ലോഡ് കറണ്ടിലുള്ള വേരിയേഷനോ അനുസരിച്ചിട്ട് നമുക്ക് പിന്നെ സെനർ ഡയോഡിനുള്ള അക്രോസ് ഉള്ള വോൾട്ടേജ് വേരി ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണം. സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വരുന്നത്, നമ്മളുടെ KSEB-യിൽ നിന്ന് വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് AC ആണ് അല്ലെ? നമ്മളുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു മൊബൈൽ ചാർജ് യൂസ് ചെയ്യണമെങ്കിൽ ആ ചാർജർ നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരേണ്ട ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 5 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് നമുക്ക്, വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് AC-നെ DC ആക്കി മാറ്റണം. റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് DC ആക്കി മാറ്റാം. പക്ഷെ DC ആക്കി മാറ്റിയാലും അതിൽ വേരിയേഷൻസ് ഉണ്ടാകും. ആ വേരിയേഷൻസ് ഇല്ലാതെ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്നാണ് അതിന് പറയുക, വോൾട്ടേജ് റെഗുലേറ്റർ. നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നില്ലേ നമ്മളുടെ ഇലക്ട്രോണിക് അപ്ലയൻസസിനൊക്കെ? അതെന്തിനാണ്? ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടുകളിലാണ് നമ്മളുടെ സെനർ ഡയോഡിന്റെ യൂസ് ഉള്ളത്. അപ്പൊ സെനർ ഡയോഡിനെ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ബയസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹയർ പവർ ഡെസിപ്പേഷൻ ക്യാപ്പബിലിറ്റി. മറ്റേ നോർമൽ ഡയോഡിന് ലോ പവർ ഡെസിപ്പേഷൻ ക്യാപ്പബിലിറ്റി ആണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് റിവേഴ്സ് ബയസ് കൊടുക്കുന്ന സമയത്ത് ഹീറ്റ് ആയിട്ട് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി ഡയോഡ് ഡാമേജ് ആയി പോകുന്നത്. പക്ഷെ ഇവിടെ ഹൈ പവർ ഡെസിപ്പേഷൻ ക്യാപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മളുടെ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യും, റിവേഴ്സ് ബയസ് കൊടുത്താലും വർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഈ സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ഡോപ്പിംഗ് കൂടുതലാണ്, P പ്ലസും N പ്ലസും ആണ്. P പ്ലസിന് എഴുതിയത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇവിടെ കൂടുതൽ ഇംപ്യൂരിറ്റീസ്, ബോറോൺ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൂടുതൽ ഫോസ്ഫറസ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് പി റീജിയനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയുടെ പോസിറ്റീവ് N റീജിയനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫോർവേഡ് ബയസിൽ നോർമൽ ഡയോഡിനെ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? സെനർ ഡയോഡിന്റെ കേസിൽ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് ഇവിടെ കൂടുതൽ ഹോൾസ് ഉണ്ടാകും. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് കാഥോഡിന്റെ സൈഡിലാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസും ഉണ്ടാകും. ഓക്കെ, കൂടുതൽ ഇലക്ട്രോൺസും ഉണ്ടാകും. സോ അങ്ങനെ കൂടുതൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് നമുക്ക് രണ്ട് സൈഡിലും ഈ സെനർ ഡയോഡിന് ഉണ്ട്. ഇനി നമ്മളുടെ നോർമൽ സിലിക്കൺ എന്ന് പറയുമ്പോഴത്തേക്കും സിലിക്കൺ നമ്മളെ സ്ട്രക്ചർ നേരത്തെ വരച്ചതാണ്. ഇതൊരു സിലിക്കൺ. ഈ സിലിക്കൺ നൈബറിംഗ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ
ഷെയർ ചെയ്ത് ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെയും 2 ഇലക്ട്രോൺസ് 4, ഇവിടെയും 2 ഇലക്ട്രോൺസ് 4, 6 ഇവിടെയും 2 ഇലക്ട്രോൺസ് 8. അപ്പൊ മൊത്തം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് ക്യാരിയേഴ്സ് ഉണ്ട് അല്ലെ, കൂടുതൽ ക്യാരിയേഴ്സ് ഉണ്ട് കാരണം നമ്മുടെ ഡോപ്പിംഗ് കൂടുതലാണ്. അങ്ങനെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഡിപ്ലീഷൻ റീജിയൻ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് നമുക്ക് കുറവായിരിക്കും കാരണം കൂടുതൽ ക്യാരിയേഴ്സ് ഉണ്ട്. അപ്പൊ കൂടുതൽ നമ്പർ ഓഫ് ഹോൾസും ഇലക്ട്രോൺസും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ അടുത്തൊക്കെ ഈ ജംഗ്ഷന്റെ അടുത്ത് ധാരാളം ഹോൾസും ഇലക്ട്രോൺസും ഉള്ളത് കാരണം തന്നെ ഈ ഡിപ്ലീഷൻ റീജിയൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ കുറവായതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതാം ഡിപ്ലീഷൻ റീജിയൻ DR എന്ന് എഴുതാം. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവാണ്. അതിന്റെ കാരണം എന്താണ്? കാരണം നമ്മൾ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യാണ്. സോ സെനർ ഡയോഡ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. സെനർ ഡയോഡിന്റെ നമ്മൾ റിവേഴ്സ് ബയാസിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു. അതായത് റിവേഴ്സ് ബയാസ് മാത്രം ഞാൻ ഇവിടെ വരയ്ക്കാം. റിവേഴ്സ് ബയാസ് മാത്രം ഇവിടെ വരയ്ക്കുകയാണ്. ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്, റിവേഴ്സ് കറണ്ട്. അപ്പൊ ആദ്യം എന്താണ്? ആദ്യം നമുക്കൊരു മൈനോറിറ്റി കറണ്ടേ ഫ്ലോ ചെയ്യുള്ളൂ. കാരണം എന്താണ്? നമുക്ക് ഇവിടെ ജംഗ്ഷൻ ഉണ്ട്, പിന്നെ റിവേഴ്സ് ബയാസ് ആണ്. പോസിറ്റീവ് എങ്ങോട്ടേക്ക് വരും? പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആകും, നെഗറ്റീവ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആകും. അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യും തോറും കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരികയാണ്. അതുപോലെ ഇവിടെയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്പർ ഓഫ് ഹോൾസും ഇലക്ട്രോൺസും കൂടുന്നത് കൊണ്ട് ഇവിടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടേം, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/D ആണ്. ഇത് D എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അതായത് ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഈ D കുറയുന്നത് കൊണ്ട് തന്നെ എന്താകും? ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് ക്യാരിയേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ Q/E എന്നാണ്. Q എന്ന് പറയുന്നത് ചാർജ് ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പം ഇത് കൂടും. ഹൈ ഫോഴ്സിലായിരിക്കും ഈ ചാർജ് ക്യാരിയേഴ്സ് മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഹൈ ഫോഴ്സിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? അങ്ങനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണ് ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിൽ വന്നിങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു ഹൈ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈ എനർജി ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ വന്ന് മൂവ് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഈ ഇലക്ട്രോണും കൂടെ എന്താകും? ഫ്രീ ആകും. ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇതൊരു ഹൈ മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്, ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ആണ്. ഇവിടെ വന്ന് കൊളൈഡ് ചെയ്തു, അപ്പൊ ഈ ഇലക്ട്രോണിനെ ഫ്രീ ആക്കി. അപ്പൊ ഇവിടെ ഒരു ഹോള് വന്നു, ഈ ഇലക്ട്രോൺ ഫ്രീ ആയി. ഇതും അതേപോലെ തന്നെ അടുത്ത ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അടുത്ത ഇത് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഇവിടുത്തെ ഇലക്ട്രോൺസിനെയും ഫ്രീ ആക്കും. അങ്ങനെ ഈ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് കൂടുതൽ നമ്പർ ഓഫ് ക്യാരിയേഴ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഇൻക്രീസ് ചെയ്താൽ കറണ്ട് കൂടും. അങ്ങനെയാണ് ഇവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയണത്? സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത്. VZ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. സെനറിന്റെ കേസിൽ അതിനെ നമ്മൾ VZ എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നും കൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ പ്രോസസ് എല്ലാം ഒക്കർ ചെയ്യുന്നത് ഒരു 3 മുതൽ 18 റിവേഴ്സ് വോൾട്ടേജ് 3 മുതൽ 18 വോൾട്ടേജ് വരെ കൊടുക്കുമ്പോൾ ആണ് ഈ ഒരു പ്രോസസ് എല്ലാം ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിനെയാണ് നമ്മൾ സെനർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ സെനർ ഇഫക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പോൾ, അതായത്
ഡോപ്പിംഗ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി കൂടുതലാണ്. ഇംപ്യൂരിറ്റി കൂടുതലാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ കുറവായിരിക്കും. കുറവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കൂടുതലാണ്. ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായാൽ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് കൂടുതലാണ്. ഫോഴ്സ് കൂടുതലാകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയി. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയി. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്താൽ എന്താണ്? കറണ്ടും ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് സെനർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സെനർ ഇഫക്റ്റ്. ഓക്കെ. അപ്പൊ ഈ സെനർ ഇഫക്റ്റ് കാരണമാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ്, ഇപ്പൊ ഇവിടെ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്, പക്ഷെ ഇത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ തന്നെയാണ്, വിസഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ സെനറിന് അക്രോസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ്, എത്ര കറണ്ട് ഇൻക്രീസ് ചെയ്താലും നമുക്ക് കോൺസ്റ്റന്റ് വോൾട്ടേജ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ സെനർ ഇഫക്റ്റിന് കാരണം എന്താണ്? സെനർ ഇഫക്റ്റിന് കാരണം കൊളീഷൻ ആണ് അല്ലെ? കൊളീഷൻ ആണ്, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ആ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. കൊളീഷൻ സംഭവിക്കുന്നു. കൊളീഷൻ സംഭവിക്കുമ്പോഴത്തേക്കും കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാണ്. സോ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. കാരിയർ മൾട്ടിപ്ലിക്കേഷൻ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ബൈ മീൻസ് ഓഫ് കൊളിഷൻ. ഇതാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. സെനർ ഇഫക്റ്റ്. അപ്പൊ സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെനർ ഇഫക്റ്റ് ആണ്. സെനർ ഇഫക്റ്റ് എങ്ങനെയാണ്? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണ്, വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ കുറവാണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്, ഫോഴ്സ് കൂടുതലാണ്. ഫോഴ്സ് കൂടുതൽ ഉള്ള, അതായത് ഹൈ ഫോഴ്സിലുള്ള ഒരു ചാർജ് കാരിയർ വന്ന് ഒരു ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ആകുന്നു. അങ്ങനെ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് സെനർ ഇഫക്റ്റ്. അപ്പൊ നമ്മൾ ഈ സെനർ ഡയോഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വിസെഡ്, അതായത് അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ സെനർ വോൾട്ടേജ്. ഈ സെനർ വോൾട്ടേജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡോപ്പിംഗ് അനുസരിച്ചിട്ടാണ്. അപ്പൊ നമുക്കൊരു 5 വോൾട്ട് വരുന്ന സെനർ ഡയോഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡോപ്പിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സെനർ വോൾട്ടേജിന്റെ സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം നമ്മൾ ഈ നോർമൽ ഡയോഡിലും ഇവിടെ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? റിവേഴ്സിൽ ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറയുന്നത്. ഇവിടെ 50 വോൾട്ട് ആണെന്ന് പറഞ്ഞു. നേരത്തെ മറ്റേതിൽ 3 മുതൽ 18 വരെയുള്ളതാണ്. ജനറിൽ നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കുറവായിട്ട് നമ്മൾ റിവേഴ്സ് ബയസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജനറൽ ഡയോഡ് നോർമൽ കേസിലേക്ക് തന്നെ വരും. ഓക്കെ. അപ്പൊ അത് പെർമനന്റ് ആയിട്ട് ഡാമേജ് ആവുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റ്ലി ഡോപ്പിംഗ് കുറവാണ്. ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡാണ്. ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ് ആയത് കാരണം തന്നെ ഇവിടെ ഡോപ്പിംഗ് കുറവായതുകൊണ്ട് ഈ വിഡ്ത്ത് ഓഫ് ദ ഡെപ്ലീഷൻ റീജിയൻ, ഡോപ്പിംഗ് ഇവിടെ കുറവാണ്, ഡോപ്പിംഗ് ലൈറ്റ് ആണ്. അപ്പൊ വിഡ്ത്ത് എന്താണ്? കൂടുതലാണ്. വിഡ്ത്ത് കൂടുതലാകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. ഓക്കെ. ഈ ഒരു കേസിൽ അപ്പൊ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ഇവിടുത്തെ എഫക്റ്റ്, ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഹീറ്റ് ആയിട്ട് അവലാൻഷെ ബ്രേക്ക് ഡൗൺ ആണ് കേട്ടോ. അവലാൻഷെ ബ്രേക്ക് ഡൗൺ, അതും കൂടെ ഓർത്തിരിക്കുക. നോർമൽ ഡയോഡിൽ റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവലാൻഷെ ബ്രേക്ക് ഡൗൺ. ഓക്കെ. ആ 2 പോയിന്റും ഒന്ന് ഓർത്തിരിക്കുക. സെനർ ബ്രേക്ക് ഡൗൺ സെനർ ഡയോഡിലാണ്, ഹെവിലി ഡോപ്ഡ് ഡയോഡുകളിലാണ്. അവലാൻഷെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയാസിൽ നോർമൽ ഡയോഡിന്റെ പോലെ തന്നെ, റിവേഴ്സ് ബയാസിൽ നമുക്ക് ലീക്കേജ് കറണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ പർട്ടിക്കുലർ സെനർ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെനർ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ആകും. പക്ഷെ ഈ വോൾട്ടേജിനെക്കാട്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെനർ ഡയോഡ് ബാക്ക് ടു നോർമൽ ആകും. നമുക്ക് പിന്നീട് അത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ സെനർ ഡയോഡിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിനെക്കാട്ടും മുന്നേ നമുക്ക് സാധാരണ ഡയോഡും സെനർ ഡയോഡും, PN ജംഗ്ഷൻ ഡയോഡും സെനർ ഡയോഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
നോർമൽ ഡയോഡ്, സെനർ ഡയോഡ്, നോർമൽ ഡയോഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, സെനർ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആണ്. അതാണ് ആദ്യത്തെ വ്യത്യാസം. ഇനി അൺലൈക്ക് ഓർഡിനറി ഡയോഡ്സ് വിച്ച് ഡു നോട്ട് വർക്ക് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ, അല്ലെ? ബ്രേക്ക് ഡൗൺ ഓർഡിനറി ഡയോഡ് നമുക്ക് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡയോഡ് ഡാമേജ് ആകും. സെനർ ഡയോഡ്സ് വർക്ക്സ് ഓൺലി ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുക. അതാണ് അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സാധാരണ ജനറലി റെക്ടിഫയർ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ഫോർവേഡ് ബയസ് കണ്ടീഷൻ, സെനേഴ്സ് ആർ യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് സെനർ ഡയോഡ് ഈസ് വെരി മച്ച് ലെസ്, അതായത് 3 to 18 വോൾട്ട്. ഞാൻ പറഞ്ഞു ഇവിടെ റെക്ടിഫയർ ഡയോഡിലാണെങ്കിൽ മിനിമം 50 വോൾട്ട് എങ്കിലും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. ഇനി അതിന്റെ സിമിലാരിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെനർ ഡയോഡ്സ് ആൻഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ആർ ജനറലി മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ. രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെയാണ്, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം. സെനർ ഡയോഡ്സ് ഓൾസോ ഹാവ് 2 ടെർമിനൽസ്. രണ്ടിനും ആനോഡും കാഥോഡും ഉണ്ട്. ഇനി ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ സെനർ ഡയോഡിന്റെയും ഓർഡിനറി ഡയോഡിന്റെയും ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോ രണ്ട് ലാബോറട്ടറിയിൽ നമ്മളൊരു സെനർ ഡയോഡും പിന്നെ അതുപോലെ തന്നെ ഒരു സാധാ ഡയോഡും എടുത്താൽ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഒരേപോലെ തന്നെയായിരിക്കും. പ്ലാസ്റ്റിക് പാക്കേജിങ്ങിലോ മെറ്റൽ കേസിങ്ങിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാക്കേജിങ്ങിലൊക്കെയാണ് ഇത് വരിക. രണ്ടിനും ഒരേപോലത്തെ പാക്കേജിംഗ് ഒക്കെയാണ് വരിക. ഓക്കെ. ഇനി ആനോഡ് കാഥോഡ് മാർക്കിംഗ് ടെക്നിക്സ് ആർ സെയിം ഫോർ ബോത്ത് സെനർ ആൻഡ് റെക്ടിഫയർ ഡയോഡ്സ്. അതായത് നിങ്ങൾ ലാബോറട്ടറിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഡയോഡ് ഇതാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡയോഡ് ആണെങ്കിൽ ഇത് ആനോഡ്, കാഥോഡിന്റെ അവിടെ ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടിനും അതേപോലെ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുക, ഒരു ബ്ലാക്ക് റിങ്. ഇനി സെനർ ക്യാൻ ബി ടെസ്റ്റഡ് വിത്ത് ഓം മീറ്റർ ഇൻ ദ സെയിം വേ ആസ് റെക്ടിഫയർ ഡയോഡ്സ്. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു മൾട്ടിമീറ്ററിൽ നമ്മളുടെ ഓം മോഡിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഓം മീറ്ററിൽ നമുക്ക് സെയിം മെത്തേഡിൽ റെക്ടിഫയർ ഡയോഡും സെനർ ഡയോഡും ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Zener requires approximately the same voltage for it to be forward biased in conduction as that of ordinary diode. അതായത് സിലിക്കൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെനർ ആണ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി ഡയോഡ് ആണെങ്കിലും അത് ഫോർവേഡ് ബയസ്ഡ് മോഡിൽ 0.7 വോൾട്ടേജ് തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. സെയിം ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് തന്നെയാണ് രണ്ടിനും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്ലിക്കേഷൻ ഓഫ് സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. സപ്പോസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്കൊരു മൊബൈൽ ചാർജർ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള പ്ലഗിൽ കുത്തണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുന്ന സിഗ്നൽ നമുക്ക് എ സി ആണ്. ഈ എ സിനെ റെക്ടിഫയറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. പൾസേറ്റിംഗ് ഡി സി എന്നാണ് ഇതിനെ പറയുക. പൾസേറ്റിംഗ്, അതായത് ഇതൊരു ഒരേ ഡയറക്ഷൻ ആയി, റിവേഴ്സ് ഡയറക്ഷൻ ഇല്ല. പൾസേറ്റിംഗ് ഡി സി, ഇത് എ സി ആണ്. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്താൽ കപ്പാസിറ്റർ ഫിൽട്ടർ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഈ റിപ്പിള്, അതായത് ഈ ഇത്രയും വേരിയേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഈ രീതിയിലൊക്കെ ആകും. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ റെഗുലേറ്റർ ചെയ്താൽ, റെഗുലേറ്ററിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. അപ്പൊ ഇവിടെ ഈ റെഗുലേറ്റർ ആയിട്ടാണ് നമ്മളുടെ സെനർ ഡയോഡ് വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സപ്ലൈ ഉണ്ട്. ഈ സപ്ലൈ ഒരു വേരിയബിൾ സപ്ലൈ ആണ്. സപ്പോസ് ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 0 മുതൽ 10 വോൾട്ട് വരെ വേരി ചെയ്യുന്ന ഒരു സപ്ലൈ ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ വീട്ടിലെ ഒരു ഡിവൈസ്, ഒരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിവൈസ് മൊബൈൽ ചാർജർ കണക്ട് ചെയ്തതാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇങ്ങനെ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 5 വോൾട്ട്, അതായത് 5 വോൾട്ടിന്റെ കൂടുതൽ കൊടുത്താൽ ഈ ഡിവൈസ് ഡാമേജ് ആകും. പക്ഷെ ഇവിടെ നമ്മളുടെ സപ്ലൈ 5 വോൾട്ടിനേക്കാട്ടും കൂടുതൽ വരാവുന്ന കേസുകൾ ഉണ്ടാവും, അല്ലെ? കാരണം ഇത് 0 to 10 വോൾട്ട്. അപ്പൊ 6 വോൾട്ടോ 7 വോൾട്ടോ ഒക്കെ ഇതിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഡാമേജ് ആയി പോകും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 5 വോൾട്ടേജിന് തന്നെ ഇതിന്റെ അക്രോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിവൈസിന് പാരലായിട്ട്, ഇതിനെ നമ്മൾ ലോഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇതിനെ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സെനറിനെ നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യും.
റിവേഴ്സ് ബയാസിൽ. ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഈ ജനർ നമ്മൾ ഒരു 5 വോൾട്ട് ജനർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് അക്രോസ് നമുക്ക് 5 വോൾട്ടേജ് കിട്ടും. സോ ആ 5 വോൾട്ടേജ് എപ്പോഴും ഈ ഡിവൈസിന് അക്രോസ് ആയിട്ട് വരുള്ളൂ. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ജനറിലൂടെയുള്ള കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്യാം. റെസിസ്റ്റർ, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. സോ ഇതെന്താണ്, ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ടു ലിമിറ്റ് കറന്റ് ത്രൂ ജനർ. അതിനാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ജനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഐയുടെ സിലബസിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കിൽ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, ജനർ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഇത്രയാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മളുടെ ഐയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എടുത്ത ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 63rd ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ. വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്, ഒരു പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ, holes and electrons move away from the junction, movement of holes and electrons are ceased, width of depletion region decreases. അതായത് ഒരു പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ, ഇതാണ് പി എൻ ജംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇത് പി, ഇത് എൻ, ഇവിടെ ഹോൾസ്, ഇവിടെ ഇലക്ട്രോൺസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിന് റിവേഴ്സ് ബയാസ്, ഞാൻ മെജോറിറ്റി കാരിയേഴ്സ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. റിവേഴ്സ് ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും റിവേഴ്സ് ബയാസ് ആണ് ചെയ്തത്. ഓക്കെ, റിവേഴ്സ് ബയാസ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഹോൾസ് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ്, ഈ ഹോൾസ് എങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും. അതുപോലെ ഇവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്. സോ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇതെന്താണ് ഉണ്ടാവുന്നത്, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് എവേ. ഇതാണ് ജംഗ്ഷൻ നമ്മളുടെ, അല്ലെ, ജംഗ്ഷൻ. ഇവിടുന്ന് എവേ ഫ്രം ദ ജംഗ്ഷൻ ആണ്, അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. സോ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് എവേ ഫ്രം ദ ജംഗ്ഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയില്ലേ, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എ ജനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹാസ് ഓപ്ഷൻ എ ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ ലൈറ്റ്ലി ഡോപ്ഡ്, ബോത്ത് പി ആൻഡ് എൻ റീജിയൻസ് ആർ ഹെവിലി ഡോപ്ഡ്, ഐദർ പി ഓർ എൻ റീജിയൻസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്, നൺ ഓഫ് ദി എബവ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? ജനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ റിവേഴ്സ് ബയാസിലാണ് നമ്മുടെ ജനർ ഡയോഡ് വർക്ക് ചെയ്യാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ കറണ്ട് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ബ്രേക്ക് ഡൗൺ ആവുക. അപ്പൊ ഈ ജനറില് 3 to 18 വോൾട്ടേജ് ആണ് നമ്മളുടെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 15 വോൾട്ട്. അപ്പൊ ഇവിടെ ജനർ ബ്രേക്ക് ഡൗൺ ആണ്, ബ്രേക്ക് ഡൗൺ ഇഫക്റ്റ് ആണ് വരിക. ഇവിടെ അവലാൻഷ് ഇഫക്റ്റ് ആണ് വരിക. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇനി ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജില് അപ്പൊ എന്തായിരിക്കും, ഇത് ജനർ ഡയോഡിന്റെ കേസിലാണ് ഇത് വരിക. ജനർ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. പക്ഷെ ഇത് വരുന്നതോ, ഇത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, അപ്പം ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുന്നത് പിയും എന്നും ജംഗ്ഷൻസ് എന്ത് ടൈപ്പ് ഡോപ്പിംഗ് വരുന്ന സമയത്താണ്, ലൈറ്റ്ലി ഡോപ്പ് ആവുന്ന സമയത്താണ്. സോ ഈ 65th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ജനർ ഡയോഡ് ദ കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ. കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വോൾട്ടേജ്
എന്താ പറയാ റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇപ്പൊ സെനർ ഡയോഡിന്റെ കൂടെ ഒരു എന്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സീരീസ് റെസിസ്റ്റൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറന്റ് കൺട്രോളിംഗ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നതാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ നമ്മൾ ഇന്ന് പഠിച്ച ഒരു കാര്യം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോ സെഷനും എടുത്ത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കും എടുത്ത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന MCQs നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.